ശ്രീ എന്നെ ബഹുലമുട്ടി, ശ്രീ മോഹൻ ശ്രീവാസ്തവ, ഇപ്പോൾ നമ്മൾ അവസാനിപ്പിച്ച ശ്രീ പി ജെ ആൻ്റണി, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതൊരു പൊളിറ്റിക്കൽ സെഷനാണ്. രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് സമകാലിക കേരള രാഷ്ട്രീയം, മറ്റൊന്ന് ആനുകാലിക ഇന്ത്യൻ രാഷ്ട്രീയം. സമകാലികവും ആനുകാലികവും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം ആണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വളരെ നിർണായകമായ ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഫലപ്രഖ്യാപനം നടന്നു. പുതിയ ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു. ഈ നിർണായകം എന്ന വാക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. പക്ഷേ ഞാനത് വളരെ സൂക്ഷിച്ചുപയോഗിക്കുന്ന ആളാണ്. ശരിക്കും നിർണായകം ആകുമ്പോഴാണ് ആ വാക്ക് ഉപയോഗിക്കേണ്ടത്. എൻ്റെ ഓർമ്മയിൽ, അറിവിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും നിർണായകമായ ഒന്ന് 1977 ആയിരുന്നു. 77 ഒരു പൈതൃകം അവകാശപ്പെടുന്നവരല്ല നിങ്ങൾ എന്നെനിക്കറിയാം. മറ്റൊരു നിർണായകമായ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടി വരുന്ന ചരിത്രപരമായ പ്രാധാന്യമുള്ള ചില സന്ദർഭങ്ങളുണ്ട്. എന്തായിരുന്നു 2024 നിർണായകമായ ആ അവസ്ഥ എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പല കാര്യങ്ങളും പറഞ്ഞു. 2 വട്ടം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി കുറെ ഗ്യാരണ്ടികൾ നൽകി. പതിവ് പോലെ രാഷ്ട്രീയ പാർട്ടികളുടെ മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു. പലതും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് ഞാനും അല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധി ഒരു ചുരുക്കം പേരാണെങ്കിലും മുന്നോട്ട് വെച്ചത് ഇത് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പാണ് എന്ന ആശയമായിരുന്നു. വളരെ നിസ്സാരമായൊരു കാര്യമാണ്. ഭരണഘടന എന്നാൽ എന്ത്, അല്ലെങ്കിൽ ആ പുസ്തകം കാണുക പോലും ചെയ്യാത്ത ചെയ്തിട്ടില്ലാത്ത സാധാരണക്കാരായ ആ വടക്കൻ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണർ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ, അവർക്കതിൻ്റെ അർത്ഥം മനസ്സിലായി. ആ മനസ്സിലായതിൻ്റെ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ വലിയ ചില അഹങ്കാരങ്ങൾ തകർന്നു വീണു. ശ്രീ പി ജെ ആന്റണിയും ബാബേൽ ഗോപുരത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. ബാബേൽ ഗോപുരം അന്ന് പണിത് സ്വർഗം വരെ എത്തിക്കാം എന്നാണ് അവർ കരുതിയത്. പക്ഷെ ഒരു ഇടിമിന്നലോ പ്രകൃതി ശക്തിയുടെ ഇടപെടലോ ഒന്നുമില്ലാതെ ആ ഗോപുരത്തിന്റെ പണി അവസാനിച്ചു, സ്തംഭിച്ചു. കാരണം ഭാഷകളുടെ പ്രശ്നമായിരുന്നു. അന്നുവരെ ഒരു ഭാഷ മാത്രം സംസാരിച്ചിരുന്ന ജനങ്ങൾ നിരവധി ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങിയത് അന്നായിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇന്ത്യയിലെ ഈ സാധാരണ മനുഷ്യർക്ക് അവർക്ക് ഈ ഭാഷാ പ്രശ്നം ഒന്നുണ്ടായിരുന്നു. അവർ ഇടപെട്ടപ്പോൾ BJPയുടെ നരേന്ദ്രമോദിയുടെ ആ അഹങ്കാരത്തിൻ്റെ ദുർഗങ്ങൾ ബാബേൽ ഗോപുരം പോലെ തകർന്നു വീണു. അവർ പറഞ്ഞിരുന്നത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടോ? പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞതല്ലേ, 400 സീറ്റ്, 543 വോട്ട്. അതിൽ 400 എന്നല്ല, 400-നും മേലെ, 400 പിന്നീട് 300-ആയി. ഒടുവിൽ കിട്ടിയപ്പോൾ 273 എന്ന കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ എണ്ണം പോലും ഉണ്ടായില്ല. അപ്പോഴാണ്
രണ്ട് സഖ്യകക്ഷികളുടെ പിന്തുണയോടെ അവർ മന്ത്രിസഭ ഉണ്ടാക്കിയത്. ജനതയുടെ അസാമാന്യമായ രാഷ്ട്രീയ വിവേകം പ്രകടിപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് അവർ കടന്നുപോയത്. ഇപ്പുറത്ത് ഒരു മുന്നണിയുണ്ട്, ഇന്ത്യ മുന്നണി. ആ മുന്നണിയെ ഭരണം ഏൽപ്പിക്കുന്നതിനുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്കുണ്ടായില്ല എന്ന് വേണം കരുതേണ്ടത്. പക്ഷേ നഷ്ടപ്പെട്ടു പോയ ചിലതൊക്കെ വീണ്ടെടുക്കണം എന്ന താല്പര്യം അവർക്കുണ്ടായിരുന്നു. ജനാധിപത്യത്തിൽ, പാർലമെന്ററി ജനാധിപത്യത്തിൽ കരുത്തുള്ള പ്രതിപക്ഷം അനിവാര്യതയാണ് എന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് പ്രതിപക്ഷം വേണം, ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് വേണം, കഴിഞ്ഞ 10 വർഷമായി ഇല്ലാത്ത ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവി വേണം. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കാം. ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ എന്ന വാക്കുകളോടെയാണ്. ആരാണ് ഭരണഘടനയുടെ ഗ്രന്ഥകർത്താവ് എന്ന് ചോദിച്ചാൽ ഏത് പുസ്തകത്തിൽ കാണുന്നത് പോലെ അതിന്റെ ടൈറ്റിൽ പേജിൽ ഗ്രന്ഥകർത്താവിന്റെ പേരുണ്ടാവും. നമ്മുടെ ഭരണഘടനയുടെ ടൈറ്റിൽ പേജിൽ കാണുന്ന, ആമുഖത്തിൽ കാണുന്ന പേര് വി ദ പീപ്പിൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഭരണഘടനയുടെ ശില്പിയാരെന്ന് ചോദിച്ചാൽ ഏത് കുട്ടികളെല്ലാം പരീക്ഷയ്ക്ക് എഴുതുന്നത് അംബേദ്കർ. പക്ഷെ അതിനും അപ്പുറത്ത് ഇതിന്റെ കർത്തൃത്വം ആരോപിച്ചിരിക്കുന്നത് ജനങ്ങളിലാണ്. എന്നാൽ ഈ ജനങ്ങൾക്ക് ഈ ഭരണഘടന അറിയാമായിരുന്നുവോ? അവർ ഈ ഭരണഘടന വായിച്ചു നോക്കിയിട്ടുണ്ടോ? അവർക്ക് അതിന് അർത്ഥം മനസ്സിലായിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ജനങ്ങൾ നൽകുന്ന അധികാരം ഉപയോഗിച്ച് പറയുമ്പോൾ അന്ന് താഴെത്തട്ട് വരെ, ഇപ്പോൾ ഗ്രാമസഭയുടെ കാര്യം പറഞ്ഞതുപോലെ അന്ന് 1930 മുതലെങ്കിലും 10-15 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലും പറ്റും ഭരണഘടന വ്യാപകമായ, അല്ലെങ്കിൽ ഭരണഘടനയിലെ തത്വങ്ങൾ, മൂല്യങ്ങൾ വ്യാപകമായ ചർച്ചയ്ക്ക് വിഷയമായിട്ടുണ്ട്. അപ്പൊ രാജ്യത്തിന് അറിയാമായിരുന്നു എന്താണ് അതിനൊരു ഔപചാരികമായ നിയമപരമായ സാധുതയുള്ള രൂപം നൽകുക മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയും അംബേദ്കറും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനയുടെ ഉടമകൾ ഈ ജനങ്ങളാണ്, ഈ ദ പീപ്പിൾ ആണ്. അത് സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വവും അവരുടേതാണ്. ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി നിശബ്ദമായ ഒരു വിപ്ലവം പോളിംഗ് ബൂത്തുകളിലൂടെ ജനങ്ങൾ ആദ്യമായി നടത്തിയത് 1977-ലാണ്. അതുകൊണ്ടാണ് അത് നിർണായകമായ തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. എന്താണ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് സംഭവിച്ചത് എന്നെല്ലാവർക്കും അറിയാം. നമ്മൾ ഈ നിയമ പ്രവേശന പരീക്ഷയ്ക്കെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 42ാം ഭരണഘടന ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ആ ഭേദഗതി അറിയപ്പെടുന്നത്. ഏതാനും വാക്കുകൾ മാറ്റുന്ന ഭേദഗതിയല്ല, ഭരണഘടന തന്നെ മാറ്റി എഴുതിയ ഭേദഗതിയായിരുന്നു 42ാം ഭേദഗതി. അങ്ങനെ ഇല്ലാതായി പോയ ഭരണഘടനയെ ആണ് ജനങ്ങൾ 77-ലെ ആ നിർണായകമായ വിധിയെഴുത്തിലൂടെ പുനഃസ്ഥാപിച്ചത്. അതൊരു ചരിത്രമാണ്. അങ്ങനെ നിർണായകമായ ഒരു അവസ്ഥയിൽ 2024 ഇന്ത്യൻ ജനത എത്തിച്ചേർന്നിരുന്നു. അവർക്ക് ആര് പ്രധാനമന്ത്രിയാവണം എന്നുള്ളതിനേക്കാൾ അവരുടെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പോൾ നരേന്ദ്രമോദി ആഗ്രഹിച്ചതുപോലെ ഈ 400 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്തിനാണ് ഈ 400 എന്ന് ചോദിച്ചേക്കാം. അതിനർത്ഥം അവർ ആഗ്രഹിക്കുന്നത് പോലെ യഥേഷ്ടം ഭരണഘടന മാറ്റി എഴുതണമെങ്കിൽ അത്രയും വോട്ടുകൾ, അത്രയും ബുദ്ധിവാദമാണ്. അത് എന്ത് തരം ഭരണഘടനയായിരിക്കും പകരം വരിക എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. വളരെ ഉയർന്ന തലത്തിൽ ചിന്തിക്കുകയും
വ്യാപരിക്കുകയും ഒക്കെ ചെയ്തവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഈ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും. അതാണ് അവരുടെ രാഷ്ട്രീയ വിവേകം എന്ന് പറയുന്നത്. അതാണ് ആന്റണി സാർ പറഞ്ഞതുപോലെ ഈ ഗ്രാമസഭയുടെ വിവേകം എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരാണ്, പക്ഷെ അവർക്കൊരു വിവേകമുണ്ട്, രാഷ്ട്രീയ വിവേകമുണ്ട്. ഭാര്യയുടെ വിവേകത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഭാര്യയുടെ വാക്ക് കേൾക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ജനങ്ങൾക്കും ഒരു വിവേകമുണ്ട്. ഈ ജനാധിപത്യത്തിൻ്റെയൊക്കെ തുടക്കം അങ്ങ് ഗ്രീസിൽ ആഥൻസിൽ അന്ന് വന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ ജനസഭയായിരുന്നു, ജനപ്രതിനിധി സഭയല്ല, ജനസഭയായിരുന്നു. ജനങ്ങൾ ഒരുമിച്ചിരിക്കുന്നു. ഈ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളാണ്. പുരുഷന്മാരായിരിക്കണം എന്നുണ്ടായിരുന്നു, കാരണം അവിടെ സ്ത്രീകൾക്ക് പങ്കാളിത്തമില്ലായിരുന്നു, അടിമകൾക്കും പങ്കാളിത്തമില്ലായിരുന്നു. അപ്പോൾ പ്രായപൂർത്തിയായ പുരുഷന്മാർ സമ്മേളിച്ച് അവർ എല്ലാവരും അവർക്ക് പറയാനുള്ളതൊക്കെ പറയുന്നു. ഒരു തീരുമാനം ഉണ്ടാകുന്നു. ആ തീരുമാനം നടപ്പാക്കപ്പെടും. എന്നതിൽ അത് ഒരു ജനതയുടെ വിവേകം ആണ് അവിടെ പ്രകാശിതമാകുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ ജനതയ്ക്കും ആ വിവേകമുണ്ട്. അതുകൊണ്ട് ഈ ഭരണഘടനയുടെ മൂല്യം എന്താണ്, എന്തുകൊണ്ട് അത് നിലനിർത്തപ്പെടണം എന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തതയുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിരിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിലോ 400-ന്റെ ബലം നൽകിയിരുന്നെങ്കിൽ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ചേർന്ന് ഒരു വർഷത്തിനകം ഈ ഭരണഘടന ഇല്ലായ്മ ചെയ്യുമായിരുന്നു. കാരണം 2025 അടുത്ത വർഷം RSSന്റെ ശതാബ്ദി വർഷം, 100 വർഷം കഴിയും. RSSന്റെ പ്രഖ്യാപിത അജണ്ടയാണ് ഹിന്ദു രാഷ്ട്രം എന്നുള്ളത്. ആ ഹിന്ദു രാഷ്ട്രത്തിന് അനുയോജ്യമായ ഭരണഘടന വേണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതിനുള്ള ചില തുടക്കങ്ങളൊക്കെ ഇപ്പോൾ പരീക്ഷയെക്കുറിച്ച് പറഞ്ഞില്ലേ, ചോദ്യങ്ങളെക്കുറിച്ച്. നമ്മുടെയൊക്കെ സംസ്ഥാന തലത്തിൽ മാത്രമല്ല കേന്ദ്ര തലത്തിലും എല്ലാം. പക്ഷെ കേന്ദ്രത്തിൽ സംഭവിക്കുന്നത് തെറ്റല്ല, അബദ്ധമല്ല, അത് ബോധപൂർവം അവർ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു ദേശീയ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായത്, പ്രാണപ്രതിഷ്ഠ നടത്തിയ ദിവസം ഏത് എന്നത്. പ്രാണപ്രതിഷ്ഠ നടത്തിയ ദിവസം ഏത് എന്ന് ആ ചോദ്യത്തിന് അതിൻ്റെ പ്രസക്തി, ആ ദിവസത്തിന് പ്രാധാന്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ജനുവരി 22 ആണ് അയോധ്യയിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒരു പൂജാരിയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് പ്രാണപ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ ജനുവരി 22 എന്നുള്ളത് ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിന്റെ ആ ശില ഇട്ട ദിവസം കൂടിയാണ്. അങ്ങനെയാണ് അവരതിനെ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഈ പുതിയ ഭരണഘടനയുടെ ഈ നക്കൽ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. അതിൽ വളരെ വ്യക്തതയോടെ നിർലജ്ജം അവർ പറയുന്നു, ഇതൊരു ഹിന്ദു രാഷ്ട്രം ആയിരിക്കും എന്നുള്ളത്. ഹിന്ദുക്കൾ ഒഴികെയുള്ളവർക്ക് അവർ രണ്ടാംകിട പൗരന്മാരായി മാറും, അവരുടെ പൗരാവകാശങ്ങൾ പരിമിതമാക്കപ്പെടും. അതൊക്കെ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊരു അവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിക്കാതെ അവിടെയാണ് ഈ 400-300 നൽകാതെ 272 പോലും നൽകാതെ അത് താഴേക്ക്, അതിനേക്കാൾ 30-40 സീറ്റിന് താഴെ BJP നരേന്ദ്രമോദി ജനങ്ങൾ കൊണ്ടെത്തിച്ചത്. മാത്രമല്ലല്ലോ, 2 പ്രബല ശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്നത്. ഒന്ന് നിതീഷ് കുമാറും മറ്റൊന്ന് ചന്ദ്രബാബു നായിഡുവും. സാമൂഹ്യ നീതിയുടെ പ്രശ്നം വരുമ്പോൾ BJPക്ക് ഇഷ്ടപ്പെടാത്തൊരു വിഷയമാണ് ഈ സാമൂഹ്യ നീതി എന്നൊക്കെ പറയുന്നത്. ആ സാമൂഹ്യ നീതിയുടെ പ്രശ്നം വരുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത ഒരു നേതാവാണ് നിതീഷ് കുമാർ. അവിടെ ഒരു പ്രശ്നം വന്നാൽ അത് നോക്കുന്നതിന് നിതീഷ് കുമാറില്ല. ഫെഡറലിസം കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. സംസ്ഥാനങ്ങൾക്ക് അധികാരം, സംസ്ഥാനങ്ങൾക്കുള്ള അവകാശങ്ങൾ,
ആ വിഷയങ്ങൾ വരുമ്പോൾ ചന്ദ്രബാബു നായിഡുവിനും ഇത് നിലപാടുണ്ട്. അപ്പൊ ആ രീതിയിൽ കരുത്തരായ ഈ രണ്ട് നേതാക്കന്മാരുടെ നിയന്ത്രണത്തിൽ നരേന്ദ്രമോദിയെ മൂന്നാം വട്ടം പ്രധാനമന്ത്രിയാകാൻ ജനങ്ങൾ അനുവദിച്ചപ്പോൾ അവിടെ ഒരു വിവേകം മാത്രമല്ല രാഷ്ട്രീയ കൗശലം കൂടി ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിൽ ഭരണ സംവിധാനം ക്രമപ്പെടുത്തിയപ്പോൾ ഇപ്പുറത്ത് പ്രതിപക്ഷത്തിന് ഏറ്റവും മനോഹരമായ ഒരു അവസരം അവർ നൽകിയിരിക്കുകയാണ്. നിങ്ങൾ നല്ല പ്രതിപക്ഷമായി പ്രവർത്തിക്കുക, 5 വർഷം കഴിയുമ്പോൾ ആ പ്രതിപക്ഷത്തെ ഭരണം കൽപ്പിക്കാൻ ജനങ്ങൾക്ക് വൈമുഖ്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ ചില മുഹൂർത്തങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം, ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയാറുണ്ട്. അത് ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പറഞ്ഞിരുന്നതെങ്കിലും അതിനും അപ്പുറത്ത് ജനാധിപത്യം എന്നാൽ എന്ത് എന്ന് മനസ്സിലാക്കിയ ഒരു ജനത അധിവസിക്കുന്ന ഭൂപ്രദേശത്തെ ഭരണ സംവിധാനം എന്ന നിലയിൽ നമുക്ക് ലോക സമക്ഷം അഭിമാനത്തോടെ അവതരിപ്പിക്കാവുന്ന ഒന്നായി ഇന്ത്യൻ ജനാധിപത്യം മാറിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ആയിരുന്നില്ല സംഭവിക്കുമായിരുന്നത് തെരഞ്ഞെടുപ്പ് ഫലം മറിച്ചായിരുന്നുവെങ്കിൽ അതുണ്ടായിട്ടില്ല. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ ആനുകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജനാധിപത്യം, നമ്മുടെ റിപ്പബ്ലിക്ക്, അത് പ്രധാനപ്പെട്ടതല്ലേ, റിപ്പബ്ലിക്ക്, ആ റിപ്പബ്ലിക്കിനും ജനാധിപത്യത്തിനും ആധാരമായ ഭരണഘടന, ഇവയുടെ എല്ലാം സംരക്ഷണ ചുമതല ഫലപ്രദമായി ജനങ്ങൾ ഏറ്റെടുത്ത മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നിങ്ങളുടെ ഈ പരിപാടിയുടെ പേര് തന്നെ ഉണർവ്, കരുതൽ ഉണ്ടാകുമ്പോഴാണ് ഉണർവുണ്ടാവുന്നത്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടതുണ്ട്. ആ സംരക്ഷണ ചുമതല നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് വരുമ്പോഴാണ് ഈ കരുതൽ ഉണ്ടാകുന്നത്. ഭരണഘടന എഴുതിയവർ വിഭാവന ചെയ്തത് ഭരണഘടന നമ്മളെ സംരക്ഷിച്ചുകൊള്ളും എന്നായിരുന്നു. നമുക്ക് ധാരാളം അവകാശങ്ങൾ നൽകിയിരിക്കുന്നു. ചില അവകാശങ്ങൾ മൗലികാവകാശങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്ക് ധാരാളം സ്വാതന്ത്ര്യങ്ങൾ നൽകിയിരിക്കുന്നു. ഇതെല്ലാം ഒരു സ്വതന്ത്ര സമൂഹത്തിലെ സ്വതന്ത്ര മനുഷ്യരെ ജീവിക്കാൻ നമ്മെ സഹായിക്കും എന്നാണ് നമ്മൾ കരുതിയത്. നമ്മുടെ കരുതലായി, നമ്മുടെ കാവലായി, നമ്മുടെ സംരക്ഷകരായി ഭരണഘടന ഉണ്ടാകും എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ നിർണായകമായ ഘട്ടങ്ങളിൽ ഈ ഭരണഘടന നമ്മെ സഹായത്തിന് എത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യവുമുണ്ട്. കാരണം അങ്ങനെ എത്താൻ സാധ്യമാകാത്ത രീതിയിൽ ഭരണഘടനയെ നിർജീവമാക്കാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ ജീവിക്കുന്നതിനുള്ള മനുഷ്യന്റെ അവകാശം സുപ്രീം കോടതിയിൽ ചർച്ചാ വിഷയമായി. റൈറ്റ് ടു ലൈഫ്, നമ്മുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ജീവിക്കുന്നതിനുള്ള അവകാശം അത് മൗലികമാണോ എന്ന ചോദ്യം പ്രസിദ്ധമായ ഹേബിയസ് കോർപ്പസ് കേസിൽ സുപ്രീം കോടതിയിലുണ്ടായി. അവിടെ അന്നത്തെ അറ്റോർണി ജനറൽ ദുരന്റെ കോടതിയെ അറിയിച്ചത് അങ്ങനെ ഒരു അവകാശം വ്യക്തികൾക്കില്ല എന്നാണ്. ജീവിക്കുന്നതിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ അത് ഭരണകൂടത്തിന്റെ സൗമനസ്യം മാത്രമാണ്. ഭരണകൂടം അനുവദിക്കുന്നിടത്തോളം മാത്രമാണ് ജീവിക്കുന്നതിനുള്ള അവകാശം എന്ന് അറ്റോർണി ജനറൽ ദുരന്റെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ പറഞ്ഞപ്പോൾ ഒരു ജഡ്ജിയും അതിനെ എതിർത്ത് ഒന്നും പറഞ്ഞില്ല, പറയാൻ കഴിയുമായിരുന്നില്ല. അന്ന് നിർലജ്ജം ആ 5 ജഡ്ജിമാർ എഴുതിയ വിധി, ഹേബിയസ് കോർപ്പസ് കേസിലെ വിധി, ജീവിക്കുന്നതിനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ടുള്ള വിധി, അതിപ്പോൾ ആ വിധിക്കൊരു പ്രാബല്യമില്ല. അന്നത്തെ ആ 5 പേരിൽ ഒരാളായിരുന്നു ജസ്റ്റിസ് ചന്ദ്രചൂഡ്. ആ ചന്ദ്രചൂഡിന്റെ മകനാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന് തന്റെ പിതാവ് ഉൾപ്പെടെയുള്ള ബെഞ്ച് എഴുതിയ വിധി തെറ്റായിരുന്നു, മൗലികമായി അടിസ്ഥാനപരമായി തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ പറയേണ്ടി വരികയും ചെയ്യും. അപ്പോൾ കാലം മാറുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയെ ആര് സംരക്ഷിക്കും എന്ന ചോദ്യം എപ്പോഴും ഉയർന്നു വരാറുണ്ട്. ഭരണഘടനയിൽ ചില
പ്രതിജ്ഞാവാചകങ്ങളൊക്കെ വായിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം രാഷ്ട്രപതിക്കാണ് എന്ന് നമുക്ക് തോന്നും. കാരണം രാഷ്ട്രപതി പ്രിസർവ് ആൻഡ് പ്രൊട്ടക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതാണ് പ്രതിജ്ഞയാണ്. പക്ഷേ രാഷ്ട്രപതിയെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സുപ്രീം കോടതി ഇടപെടും. അതാണ് ഞാൻ അടിയന്തരാവസ്ഥ സൂചിപ്പിച്ചത്. സുപ്രീം കോടതിക്കും കഴിയില്ല, പാർലമെന്റിന് കഴിയുമോ? പാർലമെന്റിനും കഴിയില്ല. പിന്നെ ആരാണ് ഈ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. അവിടെ ഒരേയൊരു ഉത്തരം ഉള്ളൂ എന്ന് അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലായി. അതാണ് നമ്മൾ, വി ദ പീപ്പിൾ, നമ്മൾ ജനങ്ങൾ. നമുക്ക് മാത്രമേ നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിയൂ എന്ന് ചരിത്രം തെളിയിച്ച ഒരു അവസ്ഥയിൽ അതിനുള്ള രാഷ്ട്രീയമായ കരുത്ത് ആർജിക്കുക, അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ എംപവർമെന്റ് ജനങ്ങൾക്ക് നൽകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കരുതി ഇന്ത്യയിൽ ഈ പാർലമെന്ററി ജനാധിപത്യം അവസാനിക്കുകയാണ്. കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന മുദ്രാവാക്യം BJP മുന്നോട്ട് വെച്ചപ്പോൾ അത് ഇത്ര പെട്ടെന്ന് അവർ സമ്പൂർണമായും യാഥാർത്ഥ്യമാക്കും എന്നവർക്ക് കഴിയുന്നില്ല. ആ അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരുന്നത്. എന്തായിരുന്നു ആ പാർട്ടിയുടെ അവസ്ഥ എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള അവസ്ഥയിൽ അങ്ങ് ഒരു രാഷ്ട്രീയമായ ഒരു മരണത്തിന്റെ പടുകുഴിയിലേക്ക് ആ പാർട്ടി വീണുകൊണ്ടിരുന്നപ്പോൾ അത് തടഞ്ഞത് ജനങ്ങളുടെ ഇടപെടലാണ്. കോൺഗ്രസ് വിമുക്ത ഭാരതം അല്ല നമുക്ക് വേണ്ടത് എന്ന് ജനങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മുന്നണി ഉണ്ടാകുന്നു. ആ മുന്നണിയിൽ പരസ്പരം യോജിക്കാൻ കഴിയാത്ത പാർട്ടികൾ യോജിക്കുന്നു, അവർ ഒരുമിച്ച് നിൽക്കുന്നു. അത് ഒരു കരുത്തായി മാറും. ഇനി അങ്ങോട്ട് ആ പ്രവർത്തനം മുന്നോട്ട് പോകും എന്ന് ഏകദേശം നമുക്കൊരു ഉറപ്പ് നമുക്കുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്താണ് BJPയെ തനിച്ച് ഒരു BJPയുടെ ഏകാധിപത്യം സ്ഥാപിക്കാൻ നമ്മൾ വിട്ടുകൊടുത്തിരുന്നതെങ്കിൽ സംഭവിക്കുക നമുക്ക് ഭയാനകമായ ഭീതിജനകമായ അവസ്ഥയാണ്. എന്തായിരുന്നു ഇന്ത്യയിലെ അവസ്ഥ? തെരഞ്ഞെടുപ്പിന് മുൻപ് വരെയുള്ള ആ ഘട്ടത്തിൽ രണ്ട് അക്ഷരങ്ങളിൽ അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ അത് വിവരിക്കാൻ പറഞ്ഞാൽ ഭയം എന്ന് പറയുന്നത്, ഫിയർ, ഭയം. എല്ലാവരെയും ഭയപ്പെടുത്തുക. ആര് ഭയപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ അതിനുത്തരവില്ല. നമ്മൾ സ്വയം ഭയപ്പെടുകയാണ്. എന്തിനെയൊക്കെയോ ഭയപ്പെടും. ഭയമില്ലാത്തവരായി ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യൻ സമൂഹം, ഇന്ത്യൻ ജനാധിപത്യം എത്തിച്ചേർന്നു. അപ്പോൾ അവിടെയാണ് ആ ചോദ്യം വീണ്ടും വരുന്നത്. നമ്മെ ആരാണ് സംരക്ഷിക്കുക? ആരാണ് നമുക്ക് കരുതൽ ആയുള്ളത്? ആരാണ് നമുക്ക് കാവൽ ആയുള്ളത്? അവിടെ ഒന്നുമില്ലാത്ത നിരാശ്രയം ആ അവസ്ഥയിൽ നമ്മൾ എത്തിയതാണ്. അവിടെ നിന്നാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്താണ്? മാധ്യമങ്ങളുടെ അവസ്ഥ എന്ന് നമ്മൾ ഈ ദേശീയ മാധ്യമങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ഈ ദേശീയ മാധ്യമങ്ങളെല്ലാം തലകുനിച്ചു. ഒരു ദേശീയ മാധ്യമവും ഭരണകൂടത്തെ വിമർശിക്കുന്നതിനോ കാതലായ വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനോ തയ്യാറായി മുന്നോട്ട് വന്നില്ല. രാജ്യത്തെ 80% ജനങ്ങൾ ആശ്രയിക്കുന്ന മാധ്യമങ്ങൾ 2 കുടുംബങ്ങളുടെ വകയാണ് എന്ന് പറയുമ്പോൾ ആ 2 കുടുംബങ്ങൾക്ക് ഇന്ത്യയിലെ 80% ജനങ്ങളെ സ്വാധീനിക്കുന്നതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കുന്നു എന്നാണ്. പേരിന് അവിടെയും ഇവിടെയും ചില സ്വതന്ത്ര മാധ്യമങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയല്ലല്ലോ ഒരു ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത്. രാജ്യത്തെ വിമർശിച്ച അല്ലെങ്കിൽ ഭരണകൂടത്തെ വിമർശിച്ച ഏത് വിമർശനവും രാജ്യദ്രോഹമായി കണക്കാക്കപ്പെടുന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. UAP തുടങ്ങിയ കരിനിയമങ്ങൾ ഉള്ള രാജ്യത്ത് രാജ്യദ്രോഹം തുടങ്ങിയ കുറ്റങ്ങളൊക്കെ ചുമത്തപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ആരും സഹായിക്കാനില്ല. അറസ്റ്റിലായാൽ, ജയിലിലായാൽ കോടതിയിൽ പോകാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ
നിർലജ്ജം എന്ന വാക്യം വീണ്ടും ഉപയോഗിക്കട്ടെ, നമ്മുടെ ജനാധിപത്യ മര്യാദകളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് ആയിരത്തിൻ്റെ നരേന്ദ്രമോദിയുടെ ഈ രണ്ടാം വർഷ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ അവസ്ഥയിലാണ്, ആ ഭയത്തിന്റെ അവസ്ഥയിലാണ് അവർ ഒരു സമാശ്വാസ പ്രഖ്യാപനം ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. ഇന്ദിരാഗാന്ധിയുടെ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നു. ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം രാഷ്ട്രപതിയുടെ വിളംബരത്തോടെ സമാരംഭിച്ച അടിയന്തരാവസ്ഥ. നരേന്ദ്രമോദിയുടെ കാലത്ത് 352 രാഷ്ട്രപതിയുടെ വിജ്ഞാപനമില്ല. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നാണ് അതിനെ എല്ലാവരും ചേർന്ന് പേരിട്ടത്. പ്രഖ്യാപിതമായാലും അപ്രഖ്യാപിതമായാലും നടപടികൾ കൊണ്ടുവരികയായിരുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആര് എവിടെ എപ്പോൾ ജയിലിൽ പോകും എന്ന് പറയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു? 2 സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ജയിലിൽ ആക്കിക്കൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. ഒരാൾ അറസ്റ്റിന് മുമ്പ് രാജിവെച്ചു എന്നുള്ളത്. അങ്ങനെയാണോ ഒരു പാർലമെന്റ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത്? നമ്മൾ പാകിസ്ഥാനിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇമ്രാൻഖാൻ അവിടെ ഭൂരിപക്ഷം നേടും എന്ന് വന്നപ്പോൾ ഇമ്രാൻഖാൻ ഉണ്ടായ അവസ്ഥ എന്താണ്? അയാൾക്കെതിരെ കേസ് വരുന്നു, അയാൾക്കെതിരെ ചാർജ് വരുന്നു, അറസ്റ്റ് നടക്കുന്നു, ജയിലിൽ പോകുന്നു. അങ്ങനെ പല രാജ്യങ്ങളിലും കേൾക്കാറുണ്ട്. ആ അവസ്ഥയിലാണോ ഇന്ത്യൻ ജനാധിപത്യം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത്? അവിടെയെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ പരാജയപ്പെട്ടു, നമ്മുടെ പാർലമെന്റ് പരാജയപ്പെട്ടു. ഞാൻ പറഞ്ഞ പാർലമെന്റിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ, എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പ്രാപ്തിയുള്ളവർ ഇല്ലാത്ത ഒരു പ്രതിപക്ഷം. അവിടെ പാർലമെന്റിൽ എങ്ങനെയാണ് ബില്ലുകൾ പാസ്സാക്കിയിരുന്നത് എന്നറിയാം. ബില്ല് കൊണ്ടുവരിക, ബഹളം ഉണ്ടാക്കുക, ബഹളത്തിനിടയിൽ ബില്ല് പാസ്സായതായി സ്പീക്കർ ഓം ബിർള പ്രഖ്യാപിക്കുക, നിയമമായി. അങ്ങനെ പ്രവർത്തിക്കുന്ന കാപ്റ്റീവ് പാർലമെന്റ് എന്നൊക്കെ പറയാറുണ്ട്. ബന്ധിയാക്കപ്പെടുന്ന പാർലമെന്റ്. അങ്ങനെ അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന പാർലമെന്റ്, ജുഡീഷ്യറിയോ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസായി വന്നതിൽ പിന്നെ നമുക്ക് ചില പ്രതീക്ഷകൾ അറിയുന്ന വരുന്നുണ്ട്. അതിനു മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? പാർലമെന്റിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഇറങ്ങി നേരെ രാജ്യസഭയിൽ പോയി അംഗമാകുന്ന ചീഫ് ജസ്റ്റിസ് ഉണ്ടായ നാടാണ്. ആ രീതിയിൽ എല്ലാ സംവിധാനങ്ങളെയും നിർജീവമാക്കിക്കൊണ്ട്, നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് ഒരു തികഞ്ഞ ഏകാധിപതിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ, നരേന്ദ്രമോദിയെ ആണ് ജനങ്ങൾ ഈ അവസ്ഥയിൽ നിയന്ത്രിതനായ പ്രധാനമന്ത്രിയാക്കി മാറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പാർലമെന്റിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട്, ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം പാർലമെന്റിന്റെ നിയന്ത്രണത്തിന് വിധേയനാകേണ്ടി വരും. മാധ്യമങ്ങൾ അല്പം കൂടി സ്വാതന്ത്ര്യബോധം കാണിക്കും. കാരണം ജനങ്ങളുടെ ശക്തി തങ്ങളുടെ പിന്നിൽ ഉണ്ട് എന്ന ബോധ്യം ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വം. ഇതൊരു ചരിത്രപരമായ ഉത്തരവാദിത്വമാണ്. അത് എത്രമാത്രം ഫലപ്രദമായി മുന്നോട്ട് പോകും എന്ന് നമ്മൾ നോക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത നിരവധിയായ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ദേശീയ പാർട്ടികൾ എന്ന് ചില പാർട്ടികളൊക്കെ വിശേഷിപ്പിക്കുമെങ്കിലും വാസ്തവത്തിൽ ചുരുക്കം ചില പാർട്ടികൾ ഒഴികെ ബാക്കി പാർട്ടികൾ പ്രാദേശിക പാർട്ടികളാണ്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ആ സംസ്ഥാനത്തിന്റെ പാർട്ടി എന്ന് പറയാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്. അത് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. കാരണം BJP വളരെ ശ്രദ്ധാപൂർവം നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒന്ന് ഇന്ത്യയുടെ ഈ വ്യത്യസ്തത, വൈരുദ്ധ്യം അതില്ലാതാക്കുക എന്നുള്ളതാണ്. അവിടെ അവർക്ക് സംസ്ഥാനങ്ങൾ എന്നത് കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാമന്ത പ്രദേശങ്ങൾ എന്ന രീതിയിലാണ് സംസ്ഥാനങ്ങളെ കാണുന്നത്. ഭരണഘടന പറയുന്നത് എന്താണ്?
ഭരണഘടന പറയുന്നത് ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പം ഉള്ളത് ആദ്യം നിലവിൽ വന്നത് സംസ്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം. കേന്ദ്രം എന്നത് ഒരു മിത്ത് മാത്രമാണ്. ഈ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയ്ക്കാണ് നമ്മൾ കേന്ദ്രം എന്ന് പേരിട്ടിരിക്കുന്നത്. കേന്ദ്രം എന്ന പേര് തന്നെ ശരിയല്ല എന്നും അഭിപ്രായമുണ്ട്. യൂണിയൻ ഓഫ്, അത് ഇന്ത്യ എന്നാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ ഈ സംസ്ഥാനങ്ങളുടെ പ്രാമുഖ്യം തടയുന്നതിനുള്ള പരിശ്രമത്തിലായിരുന്നു BJP. കേരളത്തിൽ കേരള ഗവൺമെന്റിന് വളരെ ശക്തമായ പ്രതിഷേധം ആ വിഷയത്തിൽ ഉയർത്തേണ്ടി വന്നിട്ടുണ്ട്. ഫെഡറലിസത്തിന് മുൻനിർത്തിയായിരുന്നു കേന്ദ്രത്തിനെതിരെ കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും വിമർശനം ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പൊ ആ ഫെഡറലിസം സംരക്ഷിക്കപ്പെടുമോ ഇല്ലയോ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. ഫെഡറലിസം ഇല്ലാതാക്കി സംസ്ഥാനങ്ങളെ വരുതിയിലാക്കി അവയുടെ ശക്തി ചോർത്തിക്കളഞ്ഞ് ഒരു യൂണിറ്ററി ഗവൺമെന്റിന്റെ രൂപത്തിൽ കേന്ദ്രം സമസ്താധികാരങ്ങളും കൈയാളുന്ന അവസ്ഥ, അത് എത്രമാത്രം ഭീകരമായ ഒന്നായിരിക്കും എന്ന് നിങ്ങൾക്ക് ആലോചിച്ചു നോക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ജനങ്ങൾ അതിന് തടയിട്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ പ്രാദേശിക പാർട്ടികൾ രണ്ട് ഭാഗത്തും, NDAയുടെ ഭാഗത്തും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തും ഈ പ്രാദേശിക കക്ഷികളുടെ പ്രസക്തിയും പ്രാധാന്യവും കണ്ടുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു പാർട്ടിയുണ്ട്, ആ പാർട്ടിയാണ് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഫെഡറലിസം നേരിടുന്ന പല വെല്ലുവിളികൾക്കും പരിഹാരം ഉണ്ടാകും. ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളും അധികാരങ്ങളും അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളെ എംപവർ ചെയ്യുക, സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ളത് നൽകുക. നമ്മളിപ്പോൾ പണം എന്ന് പറഞ്ഞാൽ നികുതിയാണ്. നികുതിയിലൂടെ പണം മുഴുവൻ പിരിക്കുന്നത് കേന്ദ്രമാണ്. കേന്ദ്രത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ചെന്ന് വീഴുന്ന പണം ആണ് സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകേണ്ടത്. അതിന് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫിനാൻസ് കമ്മീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംവിധാനമുള്ളപ്പോൾ ആ വീതം ഓഹരി ലഭിക്കുക എന്നുള്ളത് സംസ്ഥാനങ്ങളുടെ അവകാശമാണ് എന്നിരിക്കെ അതെന്തിന് കേന്ദ്രം തടയണം? ഇനി അങ്ങോട്ട് അത്രയും സാധ്യമാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ശബ്ദമുള്ളവർ അവിടെ വന്നിരിക്കുന്നു. ചോദ്യങ്ങളുണ്ടാകും, പ്രതിഷേധമുണ്ടാകും, പ്രതികരണങ്ങളുണ്ടാകും. ഇന്ത്യൻ ജനാധിപത്യം ആരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ നാന്ദിയായിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത്. അങ്ങനെ അവസ്ഥ വരുമ്പോൾ നമുക്ക് സംരക്ഷിക്കാനുള്ളത് നമ്മുടെ ജനാധിപത്യമാണ്. നമുക്ക് സംരക്ഷിക്കാനുള്ളത് നമ്മുടെ റിപ്പബ്ലിക് ആണ്. നമുക്ക് സംരക്ഷിക്കാനുള്ളത് നമ്മുടെ ഭരണഘടനയാണ്. അതിന് പ്രാപ്തിയുള്ള ഒരു ജനത ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നത് അത് അത്ര നിസ്സാരമായ കാര്യമല്ല. ആ ഒരു പ്രതിഭാസത്തിന്റെ രൂപപ്പെടൽ അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകട്ടെ. നമുക്ക് നമ്മുടെ ജനാധിപത്യത്തെ ആരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യിച്ചെടുക്കുന്നതിനുള്ള ചില മുന്നറിയിപ്പുകളും ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ